ശ്രീ എം.എൻ. കാരശ്ശേരി, ടൈം മാഗസിൻ്റെ കവറിൽ 3 തവണ വന്നിട്ടുള്ള 5 തവണ നൊബേൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ആ കാലത്തെ മാനദണ്ഡങ്ങൾ അതിനനുസൃതമല്ലാത്തത് കാരണം മാത്രം നൊബേൽ സമ്മാനം കിട്ടാതിരിക്കുകയും ചെയ്ത ആളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ലൂയി ഫിഷർ 1942 അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ താമസിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകം എഴുതുന്നത്. ധാരാളം എഴുത്തുകാർ ജോർജ് ഓർവെൽ മുതൽ പേളസ് ബക്ക് വരെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എനിക്ക് 1982 ഇറങ്ങിയ സിനിമയാണ് ലോകത്തിന്, ഇവിടെയല്ല ലോകത്തിന് ഗാന്ധിജിയെ പരിചയപ്പെടുത്തിയത് എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാകും? അഭിലാഷ്, ഈ പറയുന്ന ആളുടെ ലോകം എത്ര ചെറുതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രി ഗാന്ധിജിയുടെ പ്രശസ്തിയെപ്പറ്റിയും അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരത്തെപ്പറ്റിയും എത്രമാത്രം അജ്ഞനാണ് എന്നാലോചിച്ചിട്ട് എനിക്ക് ശരിക്കും നാണക്കേട് തോന്നുന്നുണ്ട്. അദ്ദേഹം ഗാന്ധിയുടെ നാട്ടുകാരനാണ്. ഗുജറാത്തിലാണ് ഗാന്ധി ജനിച്ചു വളർന്നത്. ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് ശ്രീ മോദി. അദ്ദേഹം 2001 തൊട്ട് 2014 വരെ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ 2014 തൊട്ട് ഈ 10 കൊല്ലം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇങ്ങനെയൊക്കെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഗാന്ധിയുടെ വലിപ്പം എന്താണ്, അത് അദ്ദേഹം എന്നാണ് അറിയപ്പെട്ടു തുടങ്ങിയത്, എന്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടത് എന്നൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. ഗാന്ധി വളരെ പ്രസിദ്ധമായ സമ്പന്നമായൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അവിടുത്തെ പോർബന്തറിലെ പ്രധാനമന്ത്രി, അതാണ് ദിവാൻ എന്ന് പറയുന്നത്, ദിവാൻ കാബ ഗാന്ധിയുടെ മകനാണ്. 1888 അദ്ദേഹം ലണ്ടനിൽ പഠിക്കാൻ പോയി. 1893 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ വക്കീലായിട്ട് പോയിട്ട് പിന്നെ അവിടുത്തെ ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആ പ്രവർത്തിക്കുമ്പോൾ 1909 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം വരുന്നത്, ഹിന്ദു സ്വരാജ്. ആ കൊല്ലം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇറങ്ങുന്നുണ്ട്. ആ ജീവചരിത്രം എഴുതിയത് ഒരു ഇന്ത്യക്കാരനല്ല, ഒരു ന്യൂസിലാൻഡുകാരനാണ്, ഒരു ക്രിസ്ത്യൻ പാതിരിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് റെവറൻഡ് ജോസഫ് ഡോക്ക് എന്നാണ്. 1909 ആ പുസ്തകം വന്നു. 1909 അതിൻ്റെ ഇന്ത്യൻ പതിപ്പ് ഇന്ത്യയിലെ ഇറങ്ങുന്ന 1919 10 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ അന്നേ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഇരിക്കുമ്പം തന്നെ അദ്ദേഹത്തിന് ആരോടൊക്കെയാണ് ബന്ധം? ഒരു ബന്ധമുള്ള പ്രധാനപ്പെട്ട ആൾ ടോൾസ്റ്റോയിയാണ്. അവർ നമുക്ക് കണ്ടിട്ടില്ല. അവിടെ അദ്ദേഹം ടോൾസ്റ്റോയ് ഫാം ഉണ്ടാക്കും. അങ്ങനെ എന്തൊക്കെ 1924 പ്രസിദ്ധ ഫ്രഞ്ച് ചിന്തകൻ റൊമൈൻ റോളണ്ട് ഗാന്ധിയുടെ ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിക്കും. അത് ഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മലയാളത്തിൽ വന്നിരുന്നു. നമ്മുടെ കേസരി ബാലകൃഷ്ണപിള്ള അത് പരിഭാഷപ്പെടുത്തിയിട്ട് 1938 എൻ്റെ ഓർമ്മ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2000-ഓളം പുസ്തകം ഗാന്ധിയെപ്പറ്റി ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ. 2000-ഓളം പുസ്തകം. അപ്പോൾ വലിയ ലൈബ്രറികളിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തീൻമൂർത്തി ലൈബ്രറിയിൽ ഡൽഹിയിൽ ഞാനവിടെ പ്രവൃത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഗാന്ധിയാന എന്നൊരു സെക്ഷൻ തന്നെയുണ്ട്. ഗാന്ധി എഴുതിയതും ഗാന്ധിയെ പറ്റി എഴുതിയതും. ഗാന്ധി എഴുതിയതിന് 1,00,000 പേജുണ്ട്. ദ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് M.K. ഗാന്ധി എന്ന് പറഞ്ഞത് 100 വോള്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ 1931 അദ്ദേഹം പട്ടമേ സമ്മേളനത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്നത്, ഈസ്റ്റ് ലണ്ടനിൽ അദ്ദേഹം താമസിക്കുന്ന ചെറിയ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണാൻ വരുന്ന ഒരാളുടെ പേര് ചാർലി ചാപ്ലിൻ എന്നാണ്. വേറെ ഒരാളുടെ പേര് ബെർട്രൻഡ് റസ്സൽ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി ആരാണ് എഴുതാതെ പറയാതെ ഉള്ളത്? അപ്പോൾ ഈ ലോകം മുഴുവൻ, ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം 1948 ആഗസ്റ്റ് 15 തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച സ്റ്റാമ്പ് ഇറങ്ങും. ഇന്ത്യയിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് ആദ്യമായിട്ട് ഇറങ്ങായിരുന്നു. 1969 ഗാന്ധിയുടെ ജന്മശതാബ്ദി തൊട്ട് നോട്ടിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അപ്പോൾ എത്രയോ നാടിൻ്റെ സ്റ്റാമ്പുകളിൽ അദ്ദേഹം ഉണ്ട്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഒരു 40ഓളം രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിമകളുണ്ട്. എവിടെയാണ് അദ്ദേഹം പാഠ്യവിഷയമല്ലാത്തത്? ജനാധിപത്യത്തെപ്പറ്റിയോ മതേതരത്വത്തെപ്പറ്റിയോ പുതിയ ലോകത്തെപ്പറ്റിയോ പോളിഫോണിയെപ്പറ്റിയോ ഒക്കെ പഠിക്കുന്ന ലോകത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇവിടുന്ന് 2 ആളെ പറ്റിയേ പഠിക്കാനുള്ളൂ, ഒന്ന് ഗാന്ധി അല്ലെങ്കിൽ നെഹ്റു. അപ്പോൾ ഇത്ര വലിയൊരു മനുഷ്യനെ പറ്റി അദ്ദേഹം താരതമ്യപ്പെടുത്തുന്ന ആരോടാണ്? അവരൊന്നും ചെറിയ ആളുകളല്ല. പക്ഷെ ഗാന്ധിയോട് താരതമ്യപ്പെടുത്താനൊന്നുമില്ല. കാരണം ഗാന്ധിയുടെ വഴിക്ക് നടന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളാണ് മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും. പിന്നെ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയില്ലാന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത്ര ചെറിയൊരു മനസ്സായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. നെൽസൺ മണ്ടേല അവിടെ പ്രസിഡന്റായി, മാർട്ടിൻ ലൂതർ കിങ് അതും ആയിട്ടില്ല. അദ്ദേഹം അവിടുത്തെ
ആഫ്രിക്കൻ അമേരിക്കക്കാർക്കെതിരായിട്ടുള്ള വിവേചനത്തിനായി സമരം ചെയ്യായിരുന്നു. അതിൽ അവർ ഉദ്ദേശിച്ചത്, അവർ പറഞ്ഞത് ജനാധിപത്യത്തിന് ആധുനിക കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനം അഹിംസയാണ് എന്നാണ്. അഹിംസ അത് ചെറിയ സംഗതിയല്ല, അത് പ്രായോഗികമാണ് എന്ന് കാണിച്ചു എന്നുള്ള നിലയ്ക്കാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ തന്ത്രജ്ഞന്മാരിൽ, രാഷ്ട്രമീമാംസകരിൽ, തത്വചിന്തകരിൽ ഒരു വലിയ ആളായിട്ട് ഗാന്ധി നിൽക്കുന്നത്. അതേ 2 തത്വമാണ് പറഞ്ഞത്, ഒന്ന് സത്യം, വേറൊന്ന് അഹിംസ. അപ്പോൾ ഏതൊക്കെ നാട്ടിൽ നിന്ന് എപ്പോഴൊക്കെ ഈ 2 കാര്യങ്ങളിലേക്ക് തിരിയുന്നുണ്ടോ അവർക്ക് മാതൃക എന്ന് പറയുന്നത്, അവർക്ക് കാണാനുള്ള നായക രൂപം എന്ന് പറയുന്നത് ഗാന്ധിയാണ്. ഇന്നിപ്പോൾ ഇന്ത്യയുടെ മേൽവിലാസം ഗാന്ധിയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ഗാന്ധിയുടെ നാടാണ് എന്നതാണ് നമ്മുടെ മേൽവിലാസം. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ സംസാരിച്ചത്, ഇതാണ് ശരിക്കും. ഇപ്പം അദ്ദേഹം കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതാണ് ശരിക്ക് ഗാന്ധി നിന്ദ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വളരെ ഓരോ ഇന്ത്യക്കാരനും നാണക്കേടുണ്ടാക്കുന്നതാണ്. കാരണം ഗാന്ധിയെപ്പോലൊരു മഹാനായ മനുഷ്യൻ്റെ നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് അദ്ദേഹത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൽ കുറച്ചു കാലം ജീവിച്ചിട്ട് ഈ തരത്തിൽ അദ്ദേഹത്തിൻ്റെ വലിപ്പം തിരിയാതെ പോയല്ലോ. എന്നിട്ട് അത് പറയാൻ അദ്ദേഹത്തിനൊരു നാണക്കേട് തോന്നിയില്ലല്ലോ എന്ന് എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. ശരി.